മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ വാദം തെറ്റെന്ന് കെഎസ്ആർടിസിയുടെ വാർഷിക റിപ്പോർട്ട്. ഈ ബസ് ലാഭകരമാണ്. 9 മാസത്തെ ലാഭം അത് 2,88,00,000 രൂപയാണ്. ഈ ബസ് നഷ്ടമാണെന്നും ഡീസൽ ബസ്സാണ് ലാഭമെന്നും ആയിരുന്നു ഗതാഗത മന്ത്രിയുടെ വാദം. ഐശ്വര്യ അനിൽ ചേരുന്നു വിവരങ്ങളുമായി. ഐശ്വര്യ, ഇന്നലെ നേരിട്ട് ജനങ്ങളോട് നമ്മൾ സംവദിച്ചിരുന്നു. ജനങ്ങൾക്കും ഒരേ ഒരു അഭിപ്രായം മാത്രമായിരുന്നു. പക്ഷേ അപ്പോഴും അവിടെ പ്രതിബന്ധമായി നിന്നത് മന്ത്രിയുടെ വാദമായിരുന്നു, ഈ ബസ് ലാഭകരമല്ല എന്നുള്ളത്. എന്നാൽ കെഎസ്ആർടിസിയുടെ ഈ റിപ്പോർട്ട് അത് മന്ത്രിയുടെ വാദത്തെ പൂർണ്ണമായും ഖണ്ഡിക്കുകയാണല്ലോ. തീർച്ചയായും എൽദോ, ഈ ബസ്സുകൾ മാറ്റി ഡീസലിലേക്ക് മാറണം, കാരണം ഈ ബസ്സുകൾ നഷ്ടം എന്നുള്ളതായിരുന്നു ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഒരു വാദം. അതിനു പിന്നാലെയാണ് വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് ഈ ബസ് ലാഭകരമെന്നുള്ള റിപ്പോർട്ടാണ് കെഎസ്ആർടിസിയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. കെഎസ്ആർടിസിയുടെ വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 9 മാസത്തെ ലാഭം 2.88 കോടി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കിലോമീറ്ററിന് ശരാശരി 8 രൂപ 21 പൈസ ഈ ബസ്സുകൾക്ക് ലാഭമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ വ്യക്തമാക്കിയതുപോലെ പ്രതിദിനം 6.5 ലക്ഷം മുതൽ 7 ലക്ഷം വരെ വരുമാനം ഈ ബസ്സിലുണ്ട്. ഒപ്പം പ്രതിമാസം 38 ലക്ഷത്തോളം ലാഭമുണ്ട് എന്ന കണക്കും നമുക്ക് ലഭ്യമായിരുന്നു. അത് അനൌദ്യോഗികമാണെങ്കിൽ പോലും അത്തരത്തിലുള്ള കണക്കുകൾ പ്രകാരം ഈ ബസ് ലാഭത്തിൽ നിന്നുള്ള കെഎസ്ആർടിസിയുടെ വിവരം ഇപ്പോൾ ഈ വാർഷിക റിപ്പോർട്ടിൽ കൂടി ഇക്കാര്യം വ്യക്തമാക്കുന്നു. എന്തായാലും കെഎസ്ആർടിസിയോട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം, ഇത് ലാഭകരമാണോ എന്ന തരത്തിൽ ഗണേഷ് കുമാർ ചോദിച്ചിരുന്നു. അതിന് മറുപടിയായി ഈ കൃത്യമായി ഈ റിപ്പോർട്ടുകൾ ചൊവ്വാഴ്ചയോടുകൂടി ഗതാഗത മന്ത്രിക്ക് കൈമാറുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഗതാഗത മന്ത്രിയുടെ വാദം ഇതോടുകൂടി പൊളിയുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കണക്കുകൾ ഒന്നും പരിശോധിക്കാതെയാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഈ ബസ് ലാഭകരമല്ല എന്ന തരത്തിലൊരു പരാമർശം ഉണ്ടായെന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. എന്തായാലും ഒരുപക്ഷെ ഈ റിപ്പോർട്ടുകൾ കൂടി ലഭിച്ചാൽ മന്ത്രി പ്രസ്താവന തിരുത്തിയേക്കാം. കാരണം ഈ ബസ് ലാഭകരമാണെങ്കിൽ പിന്നെ എന്തിന് ഈ ബസ് കൂടുതലായി നിരത്തിലിറക്കേണ്ട അല്ലെങ്കിൽ ഡീസലിലേക്ക് മാറണം എന്നുള്ള ഒരു ചോദ്യം ഉയരും. സ്വാഭാവികമായും സാധാരണക്കാർക്ക്, എൽദോ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി അവരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഈ ബസ് തങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. അത് 10 രൂപ നിരക്ക് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇട റോഡുകളിൽ കൂടി സഞ്ചരിക്കുന്ന എല്ലാ റൂട്ടുകളിലുമുള്ള ബസ്സാണ് ഈ ബസ്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഉപകാരപ്രദമാണെന്ന് ജനങ്ങൾ തന്നെ ന്യൂസ് 18നോടും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും മന്ത്രിയുടെ വാദം ഇതോടുകൂടി പൊളിയുകയാണ്. എൽദോ, ഐശ്വര്യ, ഈ മന്ത്രി ഇത്തരത്തിലൊരു വാദം ഉന്നയിക്കുന്നു, ജനങ്ങൾ തള്ളുന്നു, CPM തള്ളുന്നു, അവിടെ ജനപ്രതിനിധികൾ, തിരുവനന്തപുരം നഗരസഭ തള്ളുന്നു, ഇവരൊക്കെ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു. ഇനി ഇതിനൊരു തിരുത്തലിലേക്ക് മന്ത്രി കടക്കുമോ? കാരണം KSRTC അത് ഈ ബസ് ലാഭകരമാണ് എങ്കിൽ പോലും KSRTC അത് ബാധിക്കുന്നു എന്നുള്ള വാദമായിരിക്കും ഒരു പക്ഷേ. ഇന്നലെ ATC യൂണിയൻ ഭാരവാഹിയും നമ്മോട് അത്തരത്തിലാണ് പ്രതികരിച്ചത്. ഈ ബസ് ലാഭമായിക്കോട്ടെ, പക്ഷേ അവിടെ KSRTCക്ക് പൊതുവായി നഷ്ടമുണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു വാദത്തെ മറികടക്കുമോ സർക്കാർ, അല്ലെങ്കിൽ മന്ത്രിയുടെ ഈ നിലപാടിനെ മറികടക്കാൻ കഴിയുമോ? എൽദോ, ഇത് LDFന്റെ നയപരമായ തീരുമാനമാണ് എന്ന് CPM തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും കടുത്ത നിലപാടെടുക്കാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. ഈ റിപ്പോർട്ട് ഈ KSRTC ഇത്തരത്തിൽ ഈ ബസ് ലാഭകരമാണോ എന്ന് KSRTCയോട് ഗണേഷ് കുമാർ ചോദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മന്ത്രിക്ക് ചൊവ്വാഴ്ച KSRTC കൈമാറും. അതിനുശേഷം ഗതാഗത മന്ത്രി മുഖ്യമന്ത്രിയെ കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അനാവശ്യമായ വിവാദത്തിലേക്ക് പോയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് ഘടിപ്പിച്ചേക്കും. പ്രത്യേകിച്ച് ഇത് LDFന്റെ ഒരു നയപരമായ തീരുമാനമായതുകൊണ്ട് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി ആകട്ടെ, തിരുവനന്തപുരം നഗരസഭ മേയറാകട്ടെ, ഇവിടെ വട്ടിയൂർക്കാവ് MLA ആകട്ടെ, എല്ലാവരും കൃത്യമായി ഇതിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. എന്തായാലും മന്ത്രി ഇക്കാര്യത്തിൽ ഒരു തിരുത്തൽ വരുത്തേണ്ടി വരുമെന്ന് അങ്ങനെ തന്നെ വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. മന്ത്രിക്ക് ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഇനിയും കഴിയുമോ എന്നുള്ളതാണ് പ്രധാനം. KSRTCയുടെ വാർഷിക റിപ്പോർട്ട് പ്രകാരം 2,88,00,000 രൂപയാണ് ഈ ബസിന്റെ ലാഭം. ആ ലാഭത്തെ ഇനി മറച്ചുവെക്കാൻ കഴിയില്ല. റിപ്പോർട്ട് പുറത്തു വന്നതാണ്. എന്താണെങ്കിലും അതിന്റെ വിശദാംശങ്ങളാണ് ഐശ്വര്യ അനിൽ നൽകിയത്.